എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മളത് കോട്ടയത്താണ്. നമ്മളെ കോട്ടയത്ത് അറിയില്ല, കോട്ടയത്ത് പുതിയ ലുലു മാൾ വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ 5ാമത്തെ ലുലു മാളാണ് ഇപ്പോൾ കോട്ടയത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പൊ ലുലു മാള് കാഴ്ചകളാണ്, കോട്ടയം ലുലു കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കോട്ടയം ലുലു വന്നിരിക്കുന്നത് നമ്മുടെ എം സി റോഡ് സൈഡിൽ തന്നെയാണ്. നമ്മുടെ മണിപ്പുഴ സിഗ്നലിനായിട്ടുള്ള ടൊയോട്ട ഷോറൂമിൻ്റെ ഓപ്പോസിറ്റാണ് ലുലു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാട്ടോ ബസ്സൊക്കെ പോകുന്നുണ്ട്. ഇതാ വരുന്ന ബസ് ഏതാത് അത് മൂന്നാറിലേക്ക് പോകുന്ന ബസ്സാണത്. അപ്പോൾ ഇവിടെ നിന്ന് കേട്ടോ അവിടെ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലുലു വന്നതിന് ശേഷം അവിടെ ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ കയറി വരുന്ന കവാട. അതാണ് നല്ല ബ്ലോക്കാട്ടോ അവിടെ ലുലു വന്നതിന് ശേഷം. അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൻട്രൻസ് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകാം. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനൊരു വ്യൂ ആണ് കേട്ടോ. അതിന് ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണ് പാർക്കിംഗ് വരുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെയാണെന്ന്. ഇപ്പോൾ അവിടെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ സ്പീഡ് ലിമിറ്റൊക്കെ ഉണ്ട്. 20 അടുത്ത് സ്പീഡ് ലിമിറ്റ്. അത്യാവശ്യം തുടങ്ങിയല്ലേ ഉള്ളൂ. അത്യാവശ്യം നല്ല റഷുണ്ട്. ക്രിസ്മസിൻ്റെ ഒരു റഷ് എന്തായാലും ഉണ്ട്. കോട്ടയമാണല്ലോ, കോട്ടയംകാർക്ക് ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ടീംസാണ്. ഇപ്പം എൻ്റെ മുന്നിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. എങ്ങോട്ടേക്കാണ് നമ്മൾ കാർ പാർക്കിങ്, ആ മൾട്ടി ലെവൽ കാർ പാർക്കിങ്. ഇതായിട്ട് എൻ്റെ ഒരു മെയിൻ എൻട്രൻസ് വരുന്നത്. ഇതവിടെയാണത്. കൊള്ളാം, വേറൊരു സ്റ്റൈലിൽ തന്നെ അത് പണിതിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ. നമുക്ക് മുന്നോട്ട് പോയിട്ടുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ ട്രീ ഒക്കെ ഉണ്ട്, ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. നമുക്ക് അകത്തേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകാം കേട്ടോ. നമുക്ക് അപ്പോൾ കയറി ഉള്ളിലേക്ക് വരുന്ന നേരത്ത് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടോ. ക്രിസ്മസ് ഉണ്ട്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഹാഷ്ടാഗ് ലുലു മാൾ കോട്ടയം അതിൻ്റെ ഇതാണ് കൊടുത്തിട്ടുണ്ട്. സംഗതി 2 ഫ്ലോറേ ഉള്ളൂ, പക്ഷെ എന്നാലും നല്ല സ്പേഷ്യസ് ആട്ടോ അകത്ത്. അപ്പോൾ നമ്മളതിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ അത്യാവശ്യം തിരക്കുണ്ട് അകത്ത്. കോട്ടയംകാർക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ഇതാണ് ലുലു വന്നത്. നല്ല ക്രെഡിറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ കേട്ടോ, പ്രത്യേകിച്ച് ഇവിടെ തിരക്ക് കുറവാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഫ്ലോറിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ നമ്മൾ എസ്കലേറ്ററിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു തിരക്ക് അവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ശരിയുടെ ഷോറൂം ഉണ്ടൊക്കെ ഇതാ. അപ്പോൾ അതിനകത്ത് എൻ്റെ മുകളിലേക്ക് പോകാം കേട്ടോ. മുകളിലേക്ക് പോകുന്ന എസ്കലേറ്റർ അപ്പുറ സൈഡിലാണ്. ഇപ്പോൾ അത്യാവശ്യം ഇവിടെ റഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നില്ലേ നല്ല രീതിയിൽ തന്നെ ഒരു അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്ക്രീനിങ് ആണെങ്കിലും ആ ഒരു ഇനോഗ്രേഷൻ്റെ ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ടോ അത് കാണിക്കുന്നത്. അവിടെ ലുലു മാൾ കോട്ടയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പ് ഫ്ലോറിലേക്ക് പോകാം. അപ്പോൾ എസ്കലേറ്ററിനോടൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം തിരക്ക് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരക്ക് കൂടി പയ്യെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പ് ഫ്ലോറിലാണ് കേട്ടോ നമുക്ക് ലുലു ഫാഷൻ സ്റ്റോർ, ലുലു കണക്റ്റുകൾ. നമുക്ക് താഴത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ ഇനോഗ്രേഷൻ്റെ ആ ഫംഗ്ഷൻ്റെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഫുഡ് കോർട്ടിന് അങ്ങോട്ടേക്ക് പോകാം നമുക്ക്. ഫുഡ് കോർട്ടിനാണ് പക്ഷേ തിരക്ക് കുറവാണ്, താഴത്താണ് തിരക്ക് കൂടുതൽ. അപ്പോൾ നമ്മൾ കയറി വരാനകത്ത് നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന നമ്മുടെ ലുലു ഫാഷൻ സ്റ്റോറാണ് കേട്ടോ. നല്ല ലൈറ്റിംഗ് ഉണ്ട്. അവിടെ നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ക്രിസ്മസിൻ്റെ. തൊട്ടപ്പുറത്ത് കോഫി ക്ലബിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കാണാം. ആ ഭാഗത്താണ് ലുലു കണക്റ്റ് വരുന്നത്. ഇത് മിക്സറായിട്ടാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് അങ്ങ് പോവാം. ഇവിടെ അത്യാവശ്യം മേളിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് ഔട്ട്ലെറ്റിൻ്റെ ഉണ്ടല്ലോ, ഫുഡ് കോർട്ടിൻ്റെ ഭാഗത്തേക്ക് അങ്ങ് പോകാം. ഇവിടെ നല്ല ലൈറ്റിംഗ് ആണ് കേട്ടോ. ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ഔട്ട്ലെറ്റ്സിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാം. നല്ല തിരക്കുണ്ട് ഇവിടെ. നമ്മുടെ മേളിൽ നിന്നുള്ള വ്യൂ കണ്ടില്ലേ, നല്ല വ്യൂ ആണ്. കാറൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ്, നല്ല രസമുണ്ട്. തൊട്ട് ബാക്കി കാണുന്നത് നമ്മുടെ എം സി റോഡാണ്. എം സി റോഡിൽ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ് എന്തായാലും ഇവിടെ നിന്ന്. ഇപ്പോൾ കണ്ടില്ലേ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് ഇവിടെ. നല്ല വ്യൂ ഉണ്ട്. നല്ല താഴത്തെ സീസൺ തിരക്കുണ്ട് കേട്ടോ. നമ്മുടെ ജങ്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഇച്ചിരി തിരക്ക് കുറഞ്ഞു. ഇവിടെ ആ ഭാഗത്തൊക്കെ ഇവിടെ തിരക്ക് കൂടുതൽ. ഇവിടെ അമൂലിലൊരു ഔട്ട്ലെറ്റൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ഫണ്ടൂറയുടെ ഭാഗത്തേക്ക് പോകാം കേട്ടോ. അത് നമ്മൾ ഫണ്ടൂറ, ചെറിയ ഫണ്ടൂറയാണ് കണ്ടില്ലേ. ഫണ്ടൂറയുടെ കാഴ്ചകൾ ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ അത്യാവശ്യം തിരക്കൂടെ കൂടി വരുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ അവിടെ അത്യാവശ്യം തിരക്ക് കൂടി വരുന്നുണ്ട്. ഇതാണ് ഫണ്ടൂറയുടെ ഒരു എൻഡിങ് കൂടെയാണ്. പിന്നെ നമുക്ക് ലുലു ഫാഷൻ സ്റ്റോറിനകത്തേക്ക് കയറാം കേട്ടോ.
നമ്മൾ ബാഗൊക്കെ ടാഗ് ചെയ്ത് ഭാഗത്തേക്ക് കയറാം. അപ്പോൾ ഫാഷൻ സ്റ്റോറിൻ്റെ അകത്തെ കാഴ്ച നമ്മൾ കയറി കാണുന്നത് ഇങ്ങനെയാണ്. ഇവിടെ പിന്നെ ബ്യൂട്ടി സെക്ഷനാണ് ഫ്രണ്ടിൽ. ഇപ്പോൾ ഫ്രണ്ടിൽ വലിയൊരു കളക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വാൻ ഹുസൈൻ്റെ ഒക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ ഓരോ ബ്രാൻഡ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അലൻ സോളിയൊക്കെ ഉണ്ടല്ലോ, അലൻ സോളി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് നോക്കാം, എങ്ങനെ ദൂരം ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഓരോ ബ്രാൻഡിൻ്റെ ഒരു ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു കളക്ഷൻ ഉണ്ട്. സംഗതി അതൊന്ന് ചെറുത്, പുറമേ നോക്കുമ്പോൾ ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് ഡ്രസ്സിൻ്റെ. ഇതൊക്കെ മുന്നോട്ടേക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇനി കണ്ടില്ലേ എന്തൊക്കെ ഓരോ സെക്ഷനാണ്. അതിൽ കോട്ടിൻ്റെയൊക്കെ സെക്ഷനാണെന്ന് തോന്നുന്നു. അവിടെ ഉണ്ട് ഷൂ ഒക്കെ ഉണ്ട്. പിന്നെ സ്പോർട്സ് ഐറ്റത്തിൻ്റെ സെക്ഷനാണത്. ഫ്രണ്ടിൽ ബാഗ് കാണാൻ പറ്റും, ബാഗിൻ്റെ സെക്ഷനാണ്. ഇതാ ടോയ്സിൻ്റെ സെക്ഷനൊക്കെ വരുന്നത് ഈ സൈഡിലാണ് കേട്ടോ. കണ്ടില്ലേ ഫ്രണ്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് 899 രൂപയാണ്. അതിന് നല്ല കാഴ്ച ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ. ഇതിപ്പോൾ നമ്മുടെ ലുലു ഫാഷൻ സ്റ്റോറോട് എൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് മുന്നോട്ട് വാർത്ത ലുലു കണക്റ്റാണുള്ളത്. ഇത് നമ്മുടെ പാലക്കാട് ലുലു ഉള്ള പോലെ തന്നെ കേട്ടോ. ലുലു ഫാഷൻ സ്റ്റോറും ലുലു കണക്റ്റും മിക്സിലായിട്ടുള്ളത്. അപ്പോൾ ലുലു കണക്റ്റിനങ്ങോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇത് ഹോം അപ്ലയൻസിൻ്റെ സെക്ഷനാണ് കേട്ടോ. അത് ഇതാ ഇവിടെ ടി വിയുടെ ഒക്കെ സെക്ഷൻ അവിടെ ഉണ്ട്. ഇവിടെ JBL ഒരു കൗണ്ടറൊക്കെ ഉണ്ട്. അത് കണ്ടില്ലേ. തൊട്ടപ്പുറത്ത് സോണിയൊക്കെ ഉണ്ട് കേട്ടോ. സോണിയുടെ ഒരു സെക്ഷൻ അവിടെ ഉണ്ട്. ഇവിടെ TV ആണ് വെച്ചിരിക്കുന്നത് കൂടുതലും. കണ്ടില്ലേ സോണിയുടെ കൗണ്ടർ അവിടെ ഉണ്ട്. അവിടെ ഹോം തിയേറ്റേഴ്സ് അതിൻ്റെ സെക്ഷനാണ്. ഫ്രണ്ടിലേക്ക് കാണുന്ന മൊബൈൽ സെക്ഷനാണ്. കണ്ടില്ലേ ഇവിടെ പിന്നെ സോണിയുടെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ ഇപ്പോൾ അതാ PSOയുടെ വലിയൊരു സെക്ഷൻ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഫ്രണ്ടിൽ കാണുന്ന മൊബൈൽ സെക്ഷനാണ്. വെറൈറ്റി കളക്ഷൻസ് ഓഫ് മൊബൈൽസ് അവിടെ ഉണ്ട്. അതിൻ്റെ ഓരോ സെപ്പറേറ്റ് കൗണ്ടറുകളും നമ്മൾ പുറകിൽ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ നോക്കാം. ടോട്ടലി ഇത് അടിപൊളിയാണ്. ലൈറ്റിംഗ് ആണെങ്കിലും ഒരു അറേഞ്ച്മെൻ്റ് ആണെങ്കിലും കൊള്ളാം. കണ്ടില്ലേ ഓരോ സെക്ഷൻ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക ഓരോ സെക്ഷൻസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആപ്പിളിൻ്റെ കൗണ്ടർ കൊണ്ട് എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ നല്ല ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇവിടെ 16 Pro Max ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്. അത് വേറെ വശം തൊട്ടിപ്പുറത്ത് മാക്ബുക്കൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ ആശാന കേട്ടോ. ഞാൻ ലുലുവിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ എറണാകുളം എടപ്പള്ളി ലുലുണ്ടായതുകൊണ്ട് സൂപ്പർവൈസറായിരുന്ന പ്രമോദ് ജി ആണത്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് പ്രൊമോഷൻ കിട്ടി കേട്ടോ. പുള്ളി ഇപ്പോൾ സ്റ്റോർ മാനേജറാണ്, അടുത്ത മെയിൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. നല്ല സന്തോഷം കണ്ടില്ലേ. ഇപ്പോൾ നമ്മളെൻ്റെ വെളിയിലോട്ട് പോകാൻ കേട്ടോ. വെളിയിൽ ഇറങ്ങിയിട്ട് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. കണ്ടപ്പോൾ വെളിയിൽ നല്ല തിരക്കുണ്ട്. നമ്മൾ കയറിയതിൻ്റെ ഇരട്ടിയുടെ തിരക്കായി. നമ്മൾ കയറാൻ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പം മേളിൽ നല്ല തിരക്കായി. ഇപ്പോൾ നമ്മൾ ലുലു കണക്റ്റിനോടൊന്ന് പോവാണ്. താഴത്തേക്ക് ഇറങ്ങാം. നമ്മൾ വലിയ ഹൈപ്പർ ലക്ഷ്യമാക്കി പോവാണ് കേട്ടോ. താഴത്തേക്ക് ഹൈപ്പറുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ നല്ല തിരക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല ഇതിൽ തിരക്കാവുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ സംഭവമുണ്ട്, എല്ലാവരും വരുന്നതാണ്. കണ്ടില്ലേ അവിടെ തിരക്ക് കൂടിയിട്ടുണ്ട്. നമുക്ക് ഹൈപ്പർ ലക്ഷ്യമാക്കി പോവാം കേട്ടോ. എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു. #ലുലു മാൾ കോട്ടയം. അത് പല കളറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കായിട്ട് ഇപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ. ലുലു ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇവിടെ നല്ലൊരു അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് അല്ലേ. അപ്പോൾ അകത്തേക്ക് അടുത്ത് ഇവിടെ ഒരു കസ്റ്റമർ സർവീസൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ഇതുണ്ട് കേട്ടോ. ഓരോ സെക്ഷൻസാണ് ഫ്രണ്ടിൽ കയറുന്നതിനകത്ത് കാണുന്നത്. ഇത് ഒരു ഹോം പ്രൊഡക്ട്സ് ആണ് കേട്ടോ മെയിനായിട്ടും. അങ്ങനത്തെ സെക്ഷൻസാണ് ഇവിടെ കൂടുതലും. കണ്ടില്ലേ സർഫ് എക്സൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. ഇവിടെ നമ്മുടെ നോൺ ഫുഡ് സ്റ്റേഷനറി ഐറ്റംസിൻ്റെ ഒക്കെ സെക്ഷനാണ് ഇവിടെ. കണ്ടില്ലേ ഇവിടെ നമ്മുടെ ഗ്രോസറി ഐറ്റംസിൻ്റെ ഒക്കെ സെക്ഷനാണ് കൂടുതലൂടെ. പിന്നെ ഇവിടെ നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതിൻ്റെ സെക്ഷനാണ് കൂടുതൽ. പക്ഷേ നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലേ. നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. നല്ല ലൈറ്റാണ്. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് എന്തായാലും. കണ്ടല്ലോ ഓരോ സെക്ഷനാണെങ്കിലും ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് കൊടുത്ത് നല്ല ആംബിയൻസിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് നമുക്ക് ഇവിടെ കണ്ടല്ലോ അതിന് മുന്നോട്ട് നമുക്ക് ഫുഡിൻ്റെ സെക്ഷനാണ് കേട്ടോ കൂടുതലും വരുന്നത്. ഇവിടെ നല്ല ആംബിയൻസ് ആണ്. ലൈറ്റിംഗ് ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു കൗണ്ടർ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയ. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടല്ലോ ഒരു ഹൈപ്പർ മാർക്കറ്റിനകത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് കാണുന്ന കേട്ടോ. എന്തായാലും കൊള്ളാം.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് 2 വെജ് ബർഗറും 2 സാനപ്പ് ഒരു മൗണ്ടൻ ഡ്യൂവും പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ 220 രൂപ. ബർഗർ നല്ല സൂപ്പർ ബർഗറാണ് കേട്ടോ, നല്ല ഫില്ലിങ്സ് ഉണ്ട് കേട്ടോ അതിനകത്ത്, കണ്ടില്ലേ കാട്ടിൽ. അതാണെങ്കിലും ഫില്ലിങ്സ് എന്തായാലും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്, നല്ല ചൂടിലെടുത്താട്ടോ. അപ്പോൾ അതായത് ഈറ്ററി എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ബേക്കറി സെക്ഷനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട്, ഇവിടെ കേക്കിൻ്റെ കൗണ്ടറൊക്കെ ഉണ്ട് ഇതാ. ഇപ്പോൾ നല്ല തിരക്കുണ്ടോ, ഫ്രണ്ടിലൂടെ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഫിഷൊക്കെ കിട്ടുന്ന അവിടെയാണ് കേട്ടോ, അവിടെ സെക്ഷനാണ്. ഇവിടെ വരുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ തിരക്കാട്ടോ കാണുന്നത്. അയ്യോ നല്ല തിരക്കായി ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഒരു ക്രിസ്മസിൻ്റെ ഒരു സെക്ഷൻ്റെ ഇതിരിക്കുകയാണ് കേട്ടോ. വലിയൊരു ട്രീ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇത് വിൽക്കാൻ വെച്ചേക്കണതാണ് കേട്ടോ. കണ്ടില്ലേ വലിയൊരു ട്രീ അത്. അയ്യോ നല്ല വലിപ്പമുണ്ട് അതിന്. തൊട്ടപ്പുറത്തൊരു സാന്റാക്ലോസ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അതന്നെ സാന്റാക്ലോസ് ആണെങ്കിലും ഒരു ട്രീ ആണെങ്കിലും. നമ്മൾ കേക്കിൻ്റെ സെക്ഷനിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നുണ്ട്. നല്ല കളക്ഷൻ ഉണ്ടോ കേക്കിൻ്റെ മൈൻഡിൻ്റെ. അപ്പോൾ ഞാനൊരു എഗ്ലെസ് കേക്ക് തപ്പി ഇറങ്ങിയതാണ്, അത് ഇതിനകത്തില്ല. നമുക്ക് വേറെ സെക്ഷനിൽ നിന്ന് കിട്ടുമെന്നാണ്, ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതൊക്കെ നോക്കാം. ഇവിടെ മെറി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ടു ഈ സൈഡിലാണ് എഗ്ലെസ് കേക്ക് ഉള്ളതെന്നാണ് അവിടെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. കണ്ടപ്പോൾ നമ്മൾ കണ്ടു. ഇത് ആൽമണ്ട്സിൻ്റെ ഒരു കേക്കാണ് കേട്ടോ, കണ്ടില്ലേ നല്ല വലിപ്പമുണ്ട്. വേറെ സെക്ഷൻ വേറെ കേക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതിന് 230 രൂപ ആയിട്ടോ. നമ്മളിത് എടുത്തു ഒന്ന് നോക്കാനുള്ള 700 ഗ്രാം ഉണ്ടത്. അപ്പോൾ നമ്മൾ ബേക്കറിയുടെ സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും മേടിച്ചിട്ട് നമുക്ക് പോകാൻ വെച്ചിട്ട് വന്നത്. ഇവിടെ ഡോണറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട്, കണ്ടില്ല ഡോണറ്റ്സ് ഉണ്ട്, പല ടൈപ്പ് ക്രോസറിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോണറ്റ്സ് കണ്ടിട്ട് നമ്മൾ ഒരെണ്ണം മേടിച്ചു കേട്ടോ. ഞാനും ഒരു കിറ്റ്കാറ്റ് ഡോണറ്റ് മേടിച്ചു, നമ്മുടെ ചങ്ക് 2 ചോക്ലേറ്റ് ഡോണറ്റ് മേടിച്ചു. അപ്പോൾ നമ്മൾ സ്നാക്സിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ 3 ഉള്ളിവട മേടിച്ചിരിക്കുകയാണ്. നമുക്കിത് ബില്ല് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങാം. നമ്മൾ ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒരു കാഴ്ചയുണ്ട്, കിച്ചൺ വെജ് ഇവിടെ ഉണ്ട്. വെജിന് മാത്രമായിട്ടൊന്ന്, തൊട്ടപ്പുറത്ത് നോൺ വെജിൻ്റെ കണ്ടില്ല, ഇത് കിച്ചൺ നോൺ വെജ്. അതെന്തായാലും കൊള്ളാം, സെപ്പറേറ്റ്. ഞാൻ അത് ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്ര ഐറ്റംസ് ഉണ്ട്, നമുക്ക് 3 ഐറ്റംസ് ഉണ്ട്. നമുക്ക് ബില്ലടിക്കാം. ഇവിടെ തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും. നമ്മൾ സാധനങ്ങളൊക്കെ ബില്ലടിച്ച് നമ്മൾ പുറത്തിറങ്ങി. ഇതിന് മൊത്തം 308 രൂപയായിട്ടോ. ഇപ്പോൾ ഉണ്ടല്ലോ KFC ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, ഇവിടെ ഫുൾ ഫോമൊക്കെ ഉണ്ട്, കെഞ്ചൂരി ഫ്രൈഡ് ചിക്കൻ എന്നാണ് അതിട്ട് കാണുന്നത്. ഹൈപ്പർ മാർക്കറ്റിൻ്റെ നല്ല തിരക്കായി. അപ്പോൾ നമ്മൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങാൻ പോകണ്ടോ. അയ്യോ തിരക്ക് കൂടിക്കൂടി വരാനുള്ള കുറയുന്ന ലക്ഷണമില്ല. കണ്ടില്ല തിരക്ക് കൂടിക്കൂടി വരികയാണ്, മേളിലാണെങ്കിലും താഴെയാണെങ്കിലും. കണ്ടില്ലേ ആൾക്കാരുടെ തകർത്ത് ഫോട്ടോ ഒക്കെ ഇടുന്നുണ്ട്. ലുലുമാൾ കോട്ടയം, # ലുലുമാൾ കോട്ടയം അതിൻ്റെ ഫ്രണ്ട് ചെയ്ത്. മേളിലാണെങ്കിൽ നല്ല ആംബിയൻസ് ആണ് കേട്ടോ പൊതുവേ, കണ്ടില്ലേ. നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമ്മൾ വന്ന വഴി തന്നെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇവിടുന്നൊരു വ്യൂ കണ്ടില്ലേ, എന്നാ രസമല്ലേ. നമ്മൾ ഇവിടെ നിന്ന് നോക്കാറുള്ളത് ചെറുതായിട്ട് തോന്നുമെങ്കിൽ അകത്തേക്ക് അത്യാവശ്യം നല്ല ലക്ഷറീസ് നല്ല സ്പേസും ഉണ്ട് കേട്ടോ. ലുലു കോട്ടയത്തുള്ള ലുലു എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം സംഭവം. അപ്പോൾ നമ്മൾ ട്രീയുടെ ഭാഗത്തേക്ക് വന്നിരിക്കട്ടെ, ക്രിസ്മസ് ട്രീയുടെ. ഇതിൻ്റെ ഒരു വലിപ്പം കണ്ടില്ല, നല്ല വലിപ്പമുള്ള ക്രിസ്മസ് ട്രീയും അതിൻ്റെ മേളിൽ സ്റ്റാറും ഉണ്ട് കേട്ടോ. ഇത് രാത്രി ആകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റാക്കും കേട്ടോ. പുറകിൽ നമ്മുടെ ലുലു മാളും ഉണ്ട്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്, അത്യാവശ്യം നല്ല വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ആ ദൂരെ നിന്ന് ട്രീയുടെ കാഴ്ച നല്ല രസമുണ്ട്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന ആൾക്കാർ എന്തായാലും പുറത്തേക്ക് പോകുന്നില്ലെന്ന് തോന്നും. തിരക്ക് കൂടിക്കൂടി വരുന്നതിനോട് കുറയുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും നല്ല തിരക്കാണ്. എന്തായാലും പുതിയ സംഭവമല്ലേ, ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്യാൻ വരുമായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കേരളത്തിലെ 5ാമത്തെ ലുലുമാണ് അപ്പോൾ കോട്ടയത്ത് വന്നത്. അപ്പോൾ ഈ കോട്ടയം ലുലുവിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരെ കാണുമ്പോഴേക്കും ഓക്കെ ദെൻ ബൈ.